എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ തെയ്തെ എന്നതും പാഴായി തേകുന്നു ദൈവമേ തെയ്തെ ഹിന്ദുവെന്നുള്ള നാടേറിയ സർപ്പങ്ങൾ തെയ്തെ എന്നിവ എന്നിയെ ഏറ്റമാം ജന്തുക്കൾ തെയ്തെ നാടെല്ലാം കാടല്ലോ നായനെ എന്നെ നീ തെയ്തെ നന്നായി കൈവിട്ടോ നാടിട്ടേ ചാഴത്തിൽ തെയ്തെ മണ്ണിലെ മണ്ണുപോൽ മാറ്റമില്ലെങ്ങുമേ തെയ്തെ മറ്റെല്ലാ നാടോടെ മാർഗങ്ങൾ ഇന്നില്ല തെയ്തെ മാറാനേ പോലെന്നെ മായോനെ കൽപ്പിച്ചോ തെയ്തെ മാറ്റവൻ കൂറ്റനായി മാലോഴി താകൃതീതത്താതി മൃതത്തെ ആനന്ദം വരുമാറു മാലാഖമാർത്തി തെയ്തരാകാശ് നീ നിങ്ങു ലോകം ചേർന്നു തെയ്തി തെയ്തകതയത്തെ ആചാര ജഡര മാടക്കും പോലെ തെയ്തരാകായ കൂടിപ്പോതി ഉന്നിപ്പോൾ തെയ്തി തെയ്തകതയത്തെ അതുപോഴുതണ്ണൻ്റെ മുൻപിൽ ചെന്ന് തെയ്തരാധാര നിന്നവർ കൈകൾ കൂപ്പി തെയ്തകതയത്തെ കീർത്തിച്ചു വഴി പോലറിയിച്ചതേ തെയ്തര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് തെയ്തകതയത്തെ ആ പെട്ടോരു മൂനിവരൻ തന്നെ കണ്ട് തെയ്തര കാക്കൽ വീണഴുതു വീഴയും ചൊല്ലി തെയ്തകതയത്തെ ഹായ് ഡോക്ടേഴ്സ് ഭവിലെ ഡോക്ടേഴ്സ് എന്താല്ലേ പെർഫോമൻസ് കിടിലമായിരുന്നു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ശരിക്കും ക്രിസ്മസിന്റെ വൈബ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഞാൻ ഓരോ എപ്പിസോഡും പറയുന്നുണ്ട് പക്ഷെ ഓരോ എപ്പിസോഡും പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും ഓരോരോ എന്റർടൈൻമെന്റും ആയിട്ടാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം അങ്ങോട്ടേക്ക് ക്രിസ്മസിന്റെ ആ ഒരു വൈബിലേക്ക് നിങ്ങൾക്കും ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? എങ്ങനെയാ നോർമലി നിങ്ങൾ എങ്ങനെയാ ഈ ഷോസിനൊക്കെ പോകുമ്പോ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടാവും, ഓരോ ദിവസം ഒരു എണ്ണം മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ, എങ്ങനെയായിരിക്കും അത്? ഞങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ഷോയിൽ. മത്സരങ്ങളിൽ കളിക്കാറുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള ഒരു ക്രിസ്മസ്? അടിപൊളിയാണ്. നമുക്ക് ഫസ്റ്റ് ടൈം ഒരു എക്സ്പോഷർ ആണ് ഇങ്ങനത്തെ ഒരു വേദി എന്ന് പറയുന്നത്. അപ്പോ ഭയങ്കര സന്തോഷമാണ്. കറക്റ്റ് ആൾക്കാരുടെ അടുത്താ വന്നേക്കുന്നത്. ഞങ്ങളുടെ കൂടെയൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ പെർഫോം ചെയ്തത്. ഇതുവരെ നിങ്ങൾക്ക് ഇനി വേറെ കിട്ടാനില്ല. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വിശ്വസൊക്കെ അറിയിക്കണം. സ്റ്റാറൊക്കെ കെട്ടി തൂക്കി ഇനി ഉണ്ണേഷിനെയൊക്കെ വെച്ച് ക്രിസ്മസ് അങ്ങ് അടിച്ചു പൊളിക്കാനുള്ള ഒരു സെറ്റപ്പിൽ നിങ്ങൾ നിൽക്കാന്നുള്ള അറിയാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുമ്പോ നാളത്തെ എപ്പിസോഡ് നമുക്കൊരു പ്രത്യേകതയുണ്ട്. നാളെയാണ് നമ്മൾ കാത്തിരുന്ന മുഹൂർത്തം. അതായത് ഇതിനു മുമ്പ് നമ്മളൊരു എപ്പിസോഡിൽ എല്ലാവർക്കും ഓരോ സീക്രട്ട് സാൻഡുകളെ കിട്ടി. ആ ഗിഫ്റ്റ് ആർക്കൊക്കെ എപ്പോഴൊക്കെ ലഭിക്കും എന്നുള്ളത് നാളെ നമ്മൾ അറിയുള്ളൂ. അപ്പൊ പ്രേക്ഷകര് നാളെയാണ് എന്റെ സീക്രട്ട് സാൻഡ് ആരാണെങ്കിലും എനിക്ക് അടിപൊളി ഗിഫ്റ്റ് കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം കാണാം, അതായത് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.